ദൈവമേ, ഈ റോയ്മോന്റെ കുൽസിതങ്ങൾ നീ കാണുന്നില്ലേ? നമുക്ക് വേണ്ടി സ്വജീവനെ ക്രൂശിൽ യാഗമായി അർപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ പേരിൽ ഓരോരോ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി യേശുവിനെ അപമാനിക്കുവാൻ ധരിപ്പിച്ച ആ ചുവന്ന അങ്കിയുമിട്ട് വിശ്വാസികളെ വഴിതെറ്റിക്കുവാൻ ഈ കാലഘട്ടത്തിലും യാതൊരു ഉളുപ്പുമില്ലാതെ മാനവുമില്ലാതെ നടക്കുന്ന ഒരു കൂതാശത്തൊഴിലാളിയുടെ കണ്ടാൽ ചൊറിച്ചിലുളവാക്കുന്ന ഒരു വീഡിയോയും ഈ വീഡിയോ കണ്ട ആ സഭയിലെ ഒരു വിശ്വാസിയുടെ പ്രതികരണവും ജ്ഞാനായ യാക്കോബായ വിഭാഗത്തിലെ ഒരു വിശ്വാസി ITV ന്യൂസിന് അയച്ചു തരികയുണ്ടായി. ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. തലയിൽ പുള്ളിയുള്ള നിക്കർ കമിഴ്ത്തി ചുവന്ന നൈറ്റിയുമിട്ട് നിർനിമേഷനായി നിൽക്കുന്ന ആ മോൻ്റെ പേരാണ് റോയ് മോൻ. കുര്യാക്കോസ് മോർ സേവോറിയോസ് എന്ന പേരിൽ നടന്ന ഇയാളെ സഭയുടെ അധ്യക്ഷനായ പാത്രിയാർക്കീസ് ബാവ സഭാവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ മുടക്കിയപ്പോൾ ഇപ്പോൾ ഇയാളെ വിശ്വാസികൾ വിളിക്കുന്നത് റോയ് മോൻ എന്നാണ്. ബുക്കും പേപ്പറും ഇല്ലാതെ കള്ള സർവീസ് നടത്തുന്ന ഇയാളിപ്പോൾ പിടിച്ചു നിൽക്കുന്നത് കോടതിയുടെ സ്റ്റേയുടെ ബലത്തിൽ മാത്രമാണ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച കുറിച്ചിക്ക് സമീപം മുളക്കാൻതുരുത്തി സെയിൻറ്റ് ജോർജ് ജ്ഞാനായ പള്ളിയിൽ മരിച്ചവരുടെ ഓർമ്മദിനത്തിൽ കുർബാന കളിക്കുവാൻ എത്തിയ റോയ് മോന് ചില അമ്മച്ചിമാർ ചേർന്ന് അയ്യം വിളിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഇത് കണ്ട ഒരു ജ്ഞാനായ യാക്കോബായ വിശ്വാസിയുടെ പ്രതികരണവും കൂടി കേട്ട ശേഷം നമുക്ക് മടങ്ങി വരാം. ഇന്നലെ നമ്മുടെ സമുദായത്തിൽപ്പെട്ട നമ്മുടെ മുളക്കാതുരുത്തി പള്ളിയിൽ ഇങ്ങേര് വന്നപ്പം ഇങ്ങേരെ ചുമന്നുകൊണ്ട് നടന്ന സ്ത്രീകളെ ഇന്നലെ ആനീത ഞായറായിക്കൊണ്ട് ഇന്നലെ അവിടെ നടത്തിയ തോന്നിയവാസമാണിത്. ആനീത ഞായറാഴ്ച കുർബാന ചൊല്ലാൻ വന്ന മെത്രാച്ചൻ പെണ്ണുങ്ങളും കൂടി നിന്ന് നട വിളിക്കുന്നു. എന്തൊരു കലിക്കാലമായത്! ഇങ്ങേർക്ക് ഇത്ര ബുദ്ധിമോശം സംഭവിച്ചോ? ആ കൂട്ടത്തിൽ തുള്ളാൻ ആ മാജിക്കും കൂടിയിരിക്കുന്നു. ഇതെന്തോ കാലമായത്! ഇങ്ങേർക്കൊന്നും വിവരവും വിദ്യാഭ്യാസവും ഇല്ലേ? എന്താണ് ഇവിടെ നടക്കുന്നത് ഈ സമുദായത്തില്? അതും ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞാല് ആനീത ഞായർ, മരിക്കപ്പെട്ടവർ ഓർമ്മ ദിവസമാ. അന്നേരം അർമാദിക്കുക. ഇത് എവിടം വരെ പോകുമെന്ന് തമ്പുരാൻ അറിയാം. അർമാദിക്കട്ടെ അല്ലേ? ഇതിനൊന്നും പ്രതികരിക്കാൻ ആരുമില്ല. നമ്മൾ ആദ്യം കണ്ട അമ്മച്ചിമാരുടെ ചിഹ്നവിളിയും വിശുദ്ധ വേദപുസ്തകവുമായും നമ്മുടെ ക്രിസ്തുവുമായോ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്ന് വിശുദ്ധ വേദപുസ്തകം വായിക്കുന്ന ഏവരും ചോദിച്ചു പോകും. അതിനുള്ള ഉത്തരം ഈ പേക്കൂത്തിന് കടലും കടലാടിയും പോലെയുള്ള ബന്ധം പോലും ക്രിസ്തുവുമായോ വിശുദ്ധ വേദപുസ്തകവുമായോ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ തങ്ങളുടെ നടപടിക്ക് പിന്നിൽ ഒരു മുട്ടൻ പാരമ്പര്യം കിടപ്പുണ്ടെന്നും ഇത്തരം ബുക്കും പേപ്പറും ഇല്ലാത്ത നൈറ്റിക്കാരന്മാരെ കാണുമ്പോഴോ സ്ത്രീകളോ നടപടിക്കുന്ന പാരമ്പര്യം തങ്ങളുടെ സമുദായത്തിൽ ഇല്ലെന്നുമാണ് ജ്ഞാനായക്കാർ തന്നെ അവകാശപ്പെടുന്നത്. ഈ നടപടി എന്ന് പറയുന്നത് ചേരമാൻ പെരുമാൾ ജ്ഞായിത്തൊമ്മനും കൂടെ വന്നവർക്കും നൽകിയ 72 പദവികളിൽ ഒന്നാണത്രേ. സാധാരണ ഇവർ നടപടിക്കുന്നത് കല്യാണത്തലേന്ന് ചന്തം ചാർത്ത സമയത്തും കല്യാണം കഴിഞ്ഞ് മണവാളനും മണവാട്ടിയും ദേവാലയത്തിൽ നിന്നും പുറത്തിറങ്ങി വരുന്ന ആ സമയം ചെറുക്കൻ്റെ അമ്മാച്ചൻ്റെ നേതൃത്വത്തിലും അതുപോലെ പെണ്ണിൻ്റെ അമ്മാച്ചൻ്റെ നേതൃത്വത്തിലും പുരുഷന്മാർ ചേർന്നാണത്രേ നടപടിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ ചുവന്ന നൈറ്റിക്കാരന്മാരെ കണ്ടാൽ വിശ്വാസികൾ നടയല്ല വിളിക്കുന്നത്, പകരം ഇപ്പോൾ കൊലവിളിയാണത്രേ നടത്താറ്. എന്നാൽ റോയ് മോന് സ്ത്രീകളുടെ നടപടി കേൾക്കുന്നത് പ്രത്യേക ഇഷ്ടമായതിനാലാണത്രേ ഈ പരിപാടി കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയത്. ഇനി എത്ര കാലം ഈ ചിഹ്നവിളി കേൾക്കുവാൻ പറ്റും എന്നറിയില്ലല്ലോ. ഈ കൊലക്കേട് കാണിക്കുന്ന റോയ് മോനോടും ഈ മോന് ചിഹ്നം വിളിക്കുന്ന അമ്മച്ചിമാരോടുമാണ് പറയുവാനുള്ളത്. ഈ പേക്കുത്തിനെ നിങ്ങൾ ദയവായി ക്രിസ്തുവുമായോ ക്രിസ്തുവിൻ്റെ മാർഗവുമായോ വിശുദ്ധ വേദപുസ്തകവുമായോ ബന്ധിപ്പിക്കരുത്. ഈ നാട്ടിൽ എന്തൊക്കെ പേക്കുത്തുകൾ നടക്കുന്നു അതുപോലെ മറ്റൊരു പേക്കുത്തായി മാത്രം ഇതിനെ നിങ്ങൾ കാണുക, പ്രചരിപ്പിക്കുക. ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ മാർഗ്ഗേ പോകുന്നവരെയും ഇതേപോലെയുള്ള പേക്കുത്തുകൾ കാണിച്ച് ദയവായി
അവമാനിക്കരുത്. ആ ചെയർമാൻ പെരുമാൾ പോലും കരുതിയിട്ടുണ്ടാവില്ല ഭാവിയിൽ ഇവന്മാർ ഇതുപോലെയുള്ള കടുങ്കൈകളുമായി നടക്കുമെന്ന്. വിശ്വാസികൾക്ക് ചെയ്യുവാൻ പറ്റുന്ന നല്ല കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ നടവിളിയോ ചിഹ്നംവിളിയോ ഒക്കെ വിളിച്ച് ഈ റോയ്മോനെ പോലെയുള്ളവന്മാരെ ചുമന്നുകൊണ്ടവല്ല ആറ്റിലും കളയുക എന്നതാണ്. എന്നിട്ട് നിങ്ങൾ വേദപുസ്തകം മനസ്സിരുത്തി വായിക്കുക, മാറ്റം വരും, ഉറപ്പാണ്. അവസാനമായി നിങ്ങൾ കാണാൻ പോകുന്നത് റോയ്മോന് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ആ ഒരു ധാരണയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും യഥാർത്ഥത്തിൽ ഈ റോയ്മോൻ ആരാണ് എന്ന്. ജസ്റ്റ് ചിന്തിക്കുക, പരിശുദ്ധ റൂഹ പിതാവാൻ ദൈവത്തിൽ നിന്നും പുത്രനിൽ നിന്നും കൂടെ ഒന്നിച്ചാണ് പുറത്ത് ഈ പ്രൊസീഡ് ചെയ്തത്. പിതാവിന്റെ പാത്രമെന്ന് ശരിക്കും പറഞ്ഞാൽ ആർക്കാ കൃത്യമായിട്ട് അറിയാവുന്നത്? ഇതൊരു പഠിപ്പിക്കലോ. മൊത്തത്തിൽ ചവിട്ടിക്കയറ്റിയാൽ ഒരു 10 ഓട്ടോറിക്ഷയിൽ കയറ്റുവാനുള്ള ആളുകളെ ഉള്ളൂ ഈ ചവയിൽ ഇന്ന്. എന്നിട്ടാണ് ഈ കിടന്ന് ഈ ചാട്ടം ചാടുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ വിളിച്ചു പോകുന്നത് റോയ്മോനെ പോയി എന്ന്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.